ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്രിവ്യൂവിൽ കണ്ട പോലെ ഒരു ഫ്ലാഷ് ലൈറ്റ് എഫക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കൺ കൊടുത്തതിന് ശേഷം ഈ ഒരു റേഷ്യോ സെലക്ട് ചെയ്യാം. അതിനുശേഷം റെസൊല്യൂഷൻ 180 കൊടുക്കാം. ഫ്രെയിം റേറ്റ് വന്നിട്ട് 30 FPS കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 2 ഇമേജ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ 2 ഇമേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ 2 ഇമേജ് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇമേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിലോട്ട് ഫസ്റ്റ് ആദ്യം ഒരു ഇമേജ് ആഡ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്ക്രീനിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേറൊരു ഇമേജും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഈ സ്ക്രീനിൽ ഫുള്ളായിട്ട് കിട്ടുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ശേഷം ഇതിലോട്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഒന്ന് നമുക്ക് ഫില്ലായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിൽ. എന്നിട്ട് നമുക്ക് ഇത് ഒരു 30 സെക്കൻഡിലോട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊരു 30 സെക്കൻഡ് മതി. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ കളർ വന്നിട്ട് കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് നമുക്കൊന്ന് വൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഷേപ്പിലോട്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാന്നുള്ളൂ. അതിൽ പോയിട്ട് ഈ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഒരു എഫക്റ്റ് ഉണ്ട്, ഈ കാണുന്ന ഒരു എഫക്റ്റ്. അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇന്നിൻ്റെ വാല്യൂ വന്നിട്ട് 30, ഔട്ടിൻ്റെ വാല്യൂ വന്നിട്ട് 30 ആക്കിയിടുക. രണ്ടിൻ്റെയും വാല്യൂ, ഔട്ടിൻ്റെയും ഇന്നിൻ്റെയും വാല്യൂ രണ്ടും 30 ആക്കിയിടുക. ഓക്കെ, നമ്മൾ അത്രയും ചെയ്താൽ മതി. എന്നിട്ട് ആ ഷേപ്പ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഈ ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റി എടുത്തിട്ട് ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കളർ ഡോഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് നമുക്കിവിടെ ആഡായിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ മോളിൽ കാണുന്ന കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷനിൽ എടുത്തിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്തതിന് ശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോയി വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 30 സെക്കൻഡ് വിട്ട് നമുക്ക് ഇതേപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതേപോലെ അവിടെ ആയിട്ട് കിട്ടും. വേണമെങ്കിൽ ഒന്നും കൂടി അത് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും അതേപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഈ ഇമേജ് തീർന്നെടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ രണ്ടാമത്തെ ഇമേജിൻ്റെ കുറച്ച് പകുതിയായിട്ട് കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നല്ലാതെ തന്നെ നമുക്കിത് ഈ കോപ്പി ലെയർ ചെയ്തെടുത്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെ കൊണ്ടുപോയി വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വെറുതെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് എഫക്റ്റ് ആഡ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഇതിൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.